ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്ലാസ് 10 ഹിന്ദിയിലെ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. रेन बसेरे में എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. रेन बसेरे में यात्रावृत्त का ये अंश पढ़े और प्रश्न 4 और 5 के उत्तर लिखे എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് रेन बसेरे में എന്ന് പറയുന്ന ഒരു പോർഷൻ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എഴുതുക. अंत में 2-3 किताबें निकाली, किताबें उसने खोलकर देखी, फिर ज्यों की त्यों वापस रख दी. हमारी ओर मुड़कर छोटू से बोला, व्हाट इज योर नेम? छोटू ने सहमते हुए कहा, मुझे अंग्रेजी नहीं आती. मुझसे पूछा, तुम क्या करते हो? मैंने कहा, मैं शिक्षक था, बच्चों को पढ़ाता था, अब रिटायर हो गया हूँ. ഓക്കെ, ഇത് നമ്മുടെ റെയിൻ ബസേരിയം എന്ന് പറയുന്ന യാത്രാവിവരണത്തിലൊരു ഭാഗമാണ്. അത് എഴുതിയിട്ടുള്ള അമൃതലാൽ വേഗട്ട് എന്ന് പറയുന്ന റൈറ്ററാണ്. ഇതൊരു യാത്രാവൃത്താണ്, ആ കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇതിനകത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അതായത് നമ്മുടെ പാഗൽ ആദ്മി വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ലേഖകന്റെ ബാഗിൽ നിന്ന് ഓരോ വസ്തുക്കൾ എടുത്ത് പുറത്തേക്ക് എറിയുന്നു. അതിനുശേഷം കുറച്ച് ബുക്കുകൾ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. ആ ബുക്കുകൾ തുറന്ന് നോക്കിയ ശേഷം അതുപോലെ തന്നെ ജോം കി ത്യോം വാപ്പസ് രഖ്തി, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ച് വയ്ക്കുന്നു. എന്നിട്ട് ചോട്ടുവിന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? താങ്കളുടെ പേരെന്താന്ന് ചോദിക്കുന്നു. ചോട്ടുവിനെ സഹമത്തെ ഹുയെ കഹ, മുझे അംഗ്രേസി നഹി ആത്തി. ചോട്ടു പറഞ്ഞ കാര്യമാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. മുസ്സെ പൂച്ച തും ക്യാ കർത്തേ ഹോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലേഖകന്റെ അടുത്ത് ചോദിക്കുകയാണ്, താങ്കൾ എന്താണ് ചെയ്യുന്നത്? മേനെ കഹ മേം ശിക്ഷക് ദാ, ബച്ചോം കോ പഠാത്താ ദാ, റിട്ടയർ ഹോ ഗയാ ഹും. അപ്പം നമ്മുടെ ലേഖകൻ പറഞ്ഞ കാര്യമാണ്, എന്താണ്, ഞാനൊരു ടീച്ചറായിരുന്നു, ഇപ്പൊ എന്താണ്, റിട്ടയർ ആയ ആളാണ് എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള പാരഗ്രാഫ്. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻമേം പൂർണ്ണ രൂപ സഹി വികൽപ്പ് കോൺസാഹ്. ഇതില് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഏതാണ്? അപ്പോൾ അതൊരു മാച്ച് ദ ഫോളോയിങ് ഫോർമാറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഗ്രാമീണിനെ എന്നുണ്ട്, പാഗൽ ആദ്മീനെ, ലേഖക് സാത്ത് थी छोटूने. राइट साइड आने के लिए गाकट बनाया, गुरुओं का अपमान किया, मंदिर का दरवाजा खोल दिया, ലേഖക് के हाथ में सिक्का रख दिया. ഇത്രയും പോയിന്റ്സ് ആണ് റൈറ്റ് സൈഡിലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ലെഫ്റ്റിൽ പോവുകയാണെങ്കിൽ ഗ്രാമീണിനെ, ആ ഗ്രാമത്തിലുള്ള ഒരാളെയാണ് ഗ്രാമീൺ എന്ന് പറയുന്നത്. അത് ഈ പാഠത്തിൽ, ഈ പാരഗ്രാഫിലില്ല, പക്ഷെ എന്താണ്, ഈ പാഠത്തിനകത്ത് ഉള്ളതാണ്. ആ ഗ്രാമീൺ എന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് മന്ദിർ കാ ദർവാസ ഹോൽ ദിയ. മന്ദിർ എന്ന് വെച്ചാൽ ഇവർക്ക് താമസിക്കാനായിട്ടൊരു അമ്പലത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. അതാണ് ആ ഗ്രാമത്തിലുള്ള ആൾ ചെയ്തത്. അപ്പോൾ ചായ എന്ന് പറയുന്ന ദാ, അതാണ് മാച്ചിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ചായയിൽ ദാ വരുന്നത് ഇക്കായും ഗായുമാണ്. അപ്പോൾ അതിൽ രണ്ടിൽ ഒരെണ്ണമായിരിക്കും ആൻസർ. നമുക്ക് അടുത്ത കൂടി നോക്കാം. പാഗൽ ആദ്മീനെ, ഇനി ആ ഭ്രാന്തനായിട്ടുള്ള ആള് എന്താണ് ചെയ്തത്? ലേഖക് ഹാദ്മേ സിക്ക രഖ്ദിയ. ഇപ്പൊ എന്താണ്, ലേഖകന്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു, ഒരു നാണയം കൊണ്ടുപോയി വെക്കുന്നു. അതാണ് ആ ഭ്രാന്തനായിട്ടുള്ള ആള് ചെയ്തത്. അപ്പം ഇച്ഛായ്ക്കുള്ളത് ഇതായാണ്. അപ്പം നമ്മുടെ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ കായ്ക്ക എന്നുള്ളതാണ് ശരി. രണ്ടാമത്തെ സെറ്റാണ് ശരി. ലേഖക് സാത്തി ചോട്ടൂനെ ഖാനേക്കയിലെ ഗാക്കട്ട് ബനായ, ജായയുടേത് തായാണ്. അപ്പം ആ രണ്ടാമത്തെ ഇതിൽ വരുന്ന കായ്ക്ക എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ രീതിയിൽ നോക്കുക. പിന്നെ അത് ഓപ്ഷൻ എഴുതുമ്പം ഐക്ക എഴുതുക, എന്നിട്ട് താഴെയുള്ള 3 ഓപ്ഷനും കൂടി എഴുതുകയാണ് എപ്പോഴും നല്ലത്. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിനകത്ത്. യാത്രാവൃത്തിക്ക് സംശിക ആധാർ പട്കഥാക്ക ഏക്ക് ദൃശ്യലിക്കെ. അതായത് യാത്രാവൃത്തിന്റെ ഒരു ഭാഗം മുകളിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് എന്താണ്, ഒരു സ്ക്രീൻ പ്ലേ എഴുതാനാണ്, അതായത് ഒരു സ്ക്രിപ്റ്റ് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കുക. ഇതിൽ വന്നിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന പാഗൽ ആദ്മിയുണ്ട്, പിന്നെ ചോട്ടുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലേഖകന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. ആ ഡയലോഗുകൾ നമുക്ക് അതുപോലെ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ദൃശ്യ ഏക്ക് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൽ വന്നിട്ടുള്ള പാത്ര ആരൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. പിന്നെ അവരുടെ വേഷഭൂഷ, അതുപോലെ തന്നെ ഏജ്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിനോട് തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ 3 ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുള്ളൂ. ഇനി സിറ്റുവേഷൻ എന്ന് പറയുന്ന മന്ദിർമേ, അതായത് ഒരമ്പലത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. അവിടെ വെച്ചിട്ടാണ് ഈ പാഗൽ ആദ്മി ഇവരുടെ ബാഗ് തുറന്ന ഓരോ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. അതൊരു 2 സെന്റൻസ് ആയിട്ട് ഒരു ബ്രാക്കറ്റിലിട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ബാരിഷ് കെ കാരണം
लेखक और छोटू को पतौड़ा गांव में एक मंदिर में रुकना पड़ा। वहां उनकी मुलाकात एक पागल आदमी से हुआ और पागल आदमी उनके पिट्ठू खोलकर चीसे निकालकर फेंकने लगा എന്ന് പറഞ്ഞു വേണമെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, മോഡൽ പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡയലോഗുകൾ അതൊരു കോൺവെർസേഷൻ രീതിയിൽ എഴുതാവുന്നതാണ്. അതായത് അയാൾ എന്താണ് ചോട്ടുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പാഗലാദ്മി വാട്ട് ഈസ് യുവർ നെയിം. ചോട്ടു പറയുകയാണ് മുझे अंग्रेजी नहीं आती. അത് കഴിഞ്ഞിട്ട് ലേഖകൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തും ക്യാ കർത്തേ ഹോ. ലേഖക് പറയുന്നുണ്ട് മേം ശിക്ഷക് ദാ ബച്ചോं को पढ़ाता था अब റിട്ടയർ ഹോ ഗയാ ഹോ. അപ്പം ഇത്രയും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള 2-3 ഡയലോഗുകൾ കൂടി എഴുതി കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് സെറ്റാവും. ദൃശ്യ സമാപ്തി എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയാനുള്ള. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ, ബൈ.